അനുഷേടാ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോൾ എല്ലാവരും നമുക്കൊരു മാരുതി വണ്ടി തന്നെ തുടങ്ങാം. ഇപ്പൊ ഒരു മാരുതി നിങ്ങൾ ഒരു സ്വിഫ്റ്റ് ആയി എടുക്കുന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയാം. ആദ്യം നിങ്ങളൊരു വണ്ടി സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ വണ്ടി പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പം ബെസ്റ്റ് കോട്ട എന്നുള്ള നിങ്ങൾ നോക്കണ്ട, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ അതിന്റെ എല്ലാം സ്പ്ലിറ്റപ്പ് എന്തെന്നോ അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ നോർമൽ ഒരു പ്രൈസ് വരുന്നത് ഷോറൂം വിലയാണ് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും കോമൺ ആയിട്ട് വരുന്നത്. ഒരു സ്വിഫ്റ്റിന്റെ വില വരുവാണെങ്കിൽ നമുക്കൊരു 7,00,000 രൂപയായിരിക്കും ഷോറൂം വില വരുന്നത്. അപ്പൊ അതിന്റെ ഇൻഷുറൻസിന്റെ കോസ്റ്റ് വരും നമുക്ക് 1 ഇയർ ബമ്പർ ടു ബമ്പർ ആണ് ഇപ്പൊ നോർമലി കാറുകൾ മേടിക്കാൻ വരുന്നത്. ഇത് കൂടാതെ നമുക്ക് വേണേൽ 3 ഇയർ വേണേലും ബമ്പർ ടു ബമ്പർ എടുക്കാം. 3 ഇയർ ബമ്പർ ടു ബമ്പർ എടുക്കാൻ നിർബന്ധമില്ല. 1 ഇയർ ബമ്പർ ടു ബമ്പർ, 3 ഇയർ തേർഡ് പാർട്ടി, അങ്ങനെയാണ് നമ്മളിപ്പം കാറുകൾ കൂടുതൽ ആൾക്കാരും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് റോഡ് ടാക്സ്. റോഡ് ടാക്സ് 15 വർഷത്തെയാണ് നമുക്ക് വരുന്നത്. കേരളത്തിലെ ഏത് രജിസ്ട്രേഷൻ നമുക്ക് 15 വർഷം ഇപ്പം നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭാരത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ഉണ്ട്. അത് നമുക്ക് 3 ഇയർ 5 ഇയർ എന്നൊക്കെ പറഞ്ഞ ടാക്സ് അടയ്ക്കാൻ പറ്റും. അത് പക്ഷെ നമുക്ക് ഇപ്പം കേരളത്തിലോട്ട് അങ്ങനെ അപ്രൂവ് ആയി വന്നിട്ടില്ല. ഇപ്പൊ നിലവിൽ അങ്ങനെയാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് വണ്ടി എടുക്കുമ്പോൾ ചെയ്യുന്നതാണ്. പിന്നെ രജിസ്ട്രേഷൻ ഫീസ് എല്ലാ വണ്ടികൾക്കും ഒരു 1315 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഫാസ്ടാഗ്. ഫാസ്ടാഗ് നമുക്ക് നിർബന്ധമാണ് ഇപ്പം പുതിയ വണ്ടികൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കമ്പൽസറി ആയിട്ട് ഒരു പുതിയ കാർ മേടിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടതാണ്. പിന്നെ വരുന്നതാണ് എക്സ്റ്റൻഡഡ് വാറണ്ടി. ഇപ്പൊ നോർമലി ഒരു മാരുതി വണ്ടികളാണ് അതിന് 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ കമ്പനി വാറണ്ടി ഫ്രീ ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന അഡീഷണൽ വാറണ്ടിക്ക് പക്ഷെ നമുക്ക് റേറ്റ് വരുന്നതായിരിക്കും. നമുക്ക് 6 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വരെ നമുക്ക് അഡീഷണൽ വാറണ്ടി എടുക്കാൻ പറ്റും. അഡീഷണൽ വാറണ്ടി എടുക്കുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഇപ്പം പഴയ വാറണ്ടിക്കകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ കവേർഡ് ആകുന്നില്ലായിരുന്നു. അതിനകത്ത് പ്രധാന ഘടകങ്ങളാണ് നമ്മുടെ ടച്ച് സ്ക്രീന്, ഹെഡ്ലാമ്പ്, ടെയിൽ ലാമ്പ്, മിററിന്റെ മോട്ടർ, വീലിന്റെ ഡിസ്ക്. ഇതൊന്നും നമുക്ക് പണ്ടത്തെ വാറണ്ടിയിൽ കവർ ഇല്ലായിരുന്നു. ഇവിടുത്തെ പുതിയ വാറണ്ടി വന്നിട്ട് ഇതെല്ലാം കവറേജ് വരുന്നുണ്ട്. ഇത് 6 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് അഡീഷണൽ വരുന്നതാണ്. നോർമൽ പ്രൈസിന്റെ കൂടെ വരുന്നതല്ല, അഡീഷണൽ നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ എടുക്കാതിരിക്കാം, എടുക്കുന്നതാണ് നല്ലത്. വണ്ടി എടുക്കുമ്പോൾ തന്നെ എടുക്കാൻ നോക്കണം. കാരണം ഇത് 3 വർഷം കഴിയുമ്പോൾ റേറ്റ് കൂടും. റേറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു റേറ്റ് ആയിരിക്കും വരുന്നത്. ഇപ്പോഴത്തെ റേറ്റ് ആയിരിക്കത്തില്ല. പിന്നെ ഇത് 2 മാസം നമ്മൾ എടുക്കണമെന്ന് ചിന്തിച്ചാൽ പോലും ഇപ്പോൾ ഉള്ള റേറ്റിനെക്കാട്ടിലും നല്ലൊരു വ്യത്യാസം വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ അത്യാവശ്യമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഈ 10 ലക്ഷത്തിന് മേളിലാണ് ഇതിന്റെ ഷോറൂം വില എങ്കിൽ 1% നമ്മൾ ഇൻകം ടാക്സ് അടച്ചിരിക്കണം. അതായത് വണ്ടി വിലയുടെ 1% നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കണം. നമ്മുടെ ഇപ്പൊ ഒരു വേറൊരു വണ്ടി എന്ന് ഓർത്ത്, ഇപ്പൊ ഒരു ഗ്രാൻഡ് വിറ്റാര ആണെങ്കിൽ അതിന്റെ എക്സ് ഷോറൂം വില വരുന്നത് 10,99,000 രൂപയാണ്. ആ 10,99,000 രൂപയ്ക്ക് നമ്മൾ വാറണ്ടി അതിന്റെ TCS അടയ്ക്കണമെങ്കിൽ 1% നമ്മൾ, അത് 10,19,990 രൂപ നമ്മളത് 1% TCS അടയ്ക്കണം. ഇത് നിങ്ങൾ ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് റിട്ടേൺ കിട്ടുക എമൗണ്ട്. അതായത് നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു നഷ്ടം ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മൾ അത്യാവശ്യമായിട്ടും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് കൺസ്യൂമർ ഓഫർ. മിക്ക വണ്ടികൾക്കും, മാരുതി വണ്ടികൾക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കൺസ്യൂമർ ഓഫർ എല്ലാ മാസങ്ങളിലും കാണും. അത് ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഡിസയർ പോലത്തെ വണ്ടികൾ കാണത്തില്ല. പല വണ്ടികൾക്കും ആ കൺസ്യൂമർ ഓഫർ എന്ന് പറഞ്ഞൊരു ഓഫർ ഉണ്ട്. പിന്നെ വരുന്ന ഒരു ഓഫറാണ് കോർപ്പറേറ്റ് ഓഫർ. കോർപ്പറേറ്റ് ഓഫർ എത്രയാണെന്നുള്ളത് അത് ഓരോ കോർപ്പറേറ്റിനനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. നമ്മളിവിടെ പ്രധാനമായിട്ടും വരുന്ന കോർപ്പറേറ്റ് ഓഫറാണ് ഗവൺമെന്റ് എംപ്ലോയി, പിന്നെ സഹകരണ സംഘങ്ങൾ അക്കൗണ്ട് വരുന്നവര്, ഗവൺമെന്റ് ടീച്ചേഴ്സ്, സ്കൂൾ ടീച്ചേഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ കോർപ്പറേറ്റ് ഓഫർ എന്ന് പറയുന്നത്. പിന്നെ NRI ഓഫർ, അങ്ങനെ പല പല ഓഫറേഴ്സ് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ മാരുതി വണ്ടികളിൽ മാക്സിമം ഓഫറായിട്ട് നമുക്ക് മാരുതി കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ബ്രാൻഡിനും അങ്ങനെ പല പല ഓഫേഴ്സുകൾ കാണും. ഇതെല്ലാം നമുക്ക് സ്പ്ലിറ്റപ്പ് ആയിട്ട് അവരോട് ഓരോന്നായിട്ട് എഴുതി മേടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇൻഷുറൻസിനകത്ത് പല കമ്പനികൾക്കും പല റേറ്റാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ഷോറൂമിൽ തിരക്കുമ്പോൾ ഇൻഷുറൻസിന്റെ റേറ്റ് 30,000 പറയുമെങ്കിൽ വേറൊരു ഷോറൂമിൽ അത് 26,000 ആയിരിക്കും പറയുന്നത്. ചില ഷോറൂമിൽ അത് 35,000 പറയും. നമ്മളപ്പോൾ ഓർക്ക് എന്താ ഓരോ ഷോറൂമിൽ ഇൻഷുറൻസിന്റെ റേറ്റ് വ്യത്യാസം പറയുന്നത്. അപ്പൊ വ്യത്യാസം പറയുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ എടുക്കുന്ന കമ്പനികൾക്കകത്ത് പല പല റേറ്റ് ആയിരിക്കും വരുന്നത്. ഇപ്പൊ മാരുതി ഇൻഷുറൻസുകളാണെങ്കിൽ നമുക്ക് മാരുതി ഇൻഷുറൻസുമായിട്ട് ടൈപ്പ് ഉള്ള ഇൻഷുറൻസ് നമ്മൾ ഷോറൂമിൽ നിന്ന് എടുക്കുന്നത്. നമുക്ക് പുറത്തുനിന്ന് എടുത്താൽ നമുക്ക് പല പല ബെനിഫിറ്റുകൾ നഷ്ടപ്പെടും. കാരണം മാരുതിയുടെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്യാഷ്ലെസ് ആണ് ക്ലെയിം വരുന്നത്. നമുക്ക് പുറത്തൊന്നും ഒരാളെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾ ഇന്ത്യ എവിടെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും മാരുതിയുടെ സർവീസ് സെന്റർ അവിടെ അവൈലബിൾ ആണ്. അപ്പൊ അവിടെ തന്നെ നമുക്ക് ഈ ഒരു ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ഷോറൂമിലോ ആ പരിസരത്തോ ഒന്നും വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വണ്ടി എടുത്ത സ്ഥലത്തൊന്നും വരേണ്ട ആവശ്യമില്ല. ഓൾ ഇന്ത്യ സർവീസ് നമുക്ക് ഇൻഷുറൻസ് മാരുതിക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇൻഷുറൻസിന്റെ റേറ്റ് വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പ്രൊട്ടക്ഷൻസ് ഉണ്ട്. അതായത് ബേസിക് പറയുവാണ് എൻജിൻ പ്രൊട്ടക്ഷൻ, കീ പ്രൊട്ടക്ഷൻ, ടയർ പ്രൊട്ടക്ഷൻ,
ഇൻവോയ്സ് പ്രൊട്ടക്ഷൻ, അങ്ങനെ പ്രൊട്ടക്ഷൻസ് എല്ലാം ഉണ്ട്. പ്രൊട്ടക്ഷൻസ് എല്ലാം എടുക്കുമ്പോഴാണ് നമുക്ക് ഈ മാക്സിമം റേറ്റ് വരുന്നത്. പിന്നെ ഓരോ കമ്പനിക്ക് ഓരോ റേറ്റ്. മാരുതിക്ക് ടൈപ്പ് ഉള്ള കമ്പനികളാണ് ന്യൂ ഇന്ത്യ, നാഷണൽ, ഓറിയന്റൽ, യുണൈറ്റഡ്, അങ്ങനെ പല പല കമ്പനികളുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഓരോ കമ്പനിക്ക് ഓരോ റേറ്റാണ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഈ റേറ്റിന്റെ വ്യത്യാസം വരും. അപ്പൊ അവരോട് ചോദിക്കണം നമ്മൾ ഏത് ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുക്കുന്നത്, ഏത് ഇൻഷുറൻസിന്റെ റേറ്റ് ആണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്, പിന്നെ എന്തൊക്കെ പ്രൊട്ടക്ഷൻസ് ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. ചില ഷോറൂമുകാർ ഈ പല പ്രൊട്ടക്ഷൻസും എടുത്ത് കളഞ്ഞിട്ടാണ് നമുക്ക് റേറ്റ് തരുന്നത്. ആ റേറ്റ് ആയിരിക്കും നമുക്ക് ഏറ്റവും കുറവ് വരുന്നത്. അപ്പൊ അവരോട് ചോദിക്കുക നിങ്ങൾ എല്ലാ പ്രൊട്ടക്ഷൻസും ആഡ് ചെയ്തിട്ടുണ്ടോ ചോദിക്കുക. അപ്പൊ അതിന്റെ സ്പ്ലിറ്റ് അപ്പ് ചോദിക്കുക. അപ്പൊ അതിനകത്ത് നമുക്ക് കുറച്ച് കാണിക്കാൻ പറ്റും. പിന്നെ കുറച്ച് കാണിക്കുന്ന ഒരു ഓപ്ഷനാണ് കസ്റ്റമർ വാറണ്ടി എന്ന് പറയുന്നത്. കാരണം മാരുതി 6 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ 5 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിലും ചില ഷോറൂമുകാർ 5 വർഷത്തെ വാറണ്ടിയുടെ റേറ്റ് ആയിരിക്കും എഴുതി തരുന്നത്. എക്സ്റ്റൻഡഡ് വാറണ്ടി എന്ന് പറയും, പക്ഷെ റേറ്റ് എഴുതി തരുന്നത് 5 വർഷത്തെ വാറണ്ടിയുടെ റേറ്റ് ആയിരിക്കും. ചില ഷോറൂമിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് പക്കയായിട്ട് 6 വർഷത്തെ വാറണ്ടിയുടെ റേറ്റ് എഴുതി തരും. പോരാത്ത നമുക്ക് CCP എന്ന് പറയുന്ന ഒരു അഡീഷണൽ വാറണ്ടി ഉണ്ട്. CCP എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ കൺവീനിയൻസ് പാക്കേജ് എന്ന് പറയും. അത് നമുക്ക് എടുക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പെട്രോളിന് വരാൻ ചില ഡീസൽ ഫില്ല് ചെയ്യുവാണ്, നമുക്ക് കമ്പനി മാനുഫാക്ചർ ഒരിക്കലും വാറണ്ടി തരത്തില്ല. അപ്പൊ നമുക്ക് ഈ പ്രൊട്ടക്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാറണ്ടി നമുക്ക് 2 വർഷം വരെ കവറേജ് കിട്ടുന്നതായിരിക്കും. ഇതുകൂടാതെ നമ്മുടെ വണ്ടിക്കകത്ത് എഞ്ചിനകത്ത് വെള്ളം കയറുവാൻ, സെൻസറുകൾക്ക് വെള്ളം കയറി പോവുകയാണെങ്കിൽ അത് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയോ മാനുഫാക്ചറോ വാറണ്ടി തരത്തില്ല. ഈ ഒരു CCP എന്ന് പറഞ്ഞ അഡീഷണൽ വാറണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻസ് കിട്ടുന്നതായിരിക്കും. അതെല്ലാം നമുക്ക് ഈ ഒരു വാറണ്ടിയുടെ റേറ്റിനകത്ത് ഇൻക്ലൂഡ് ആണോ നിങ്ങൾ വാറണ്ടിയുടെ എടുക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇവര് വേർതിരിച്ച് കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇൻഷുറൻസിനകത്തും ഈ വാറണ്ടിയിലുമാണ് ഷോറൂമുകാർ പ്രൈസിൽ വേർതിരിച്ച് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ സ്പ്ലിറ്റപ്പ് എടുത്തുന്ന മേടിക്കുന്ന സമയത്ത് ഇതെല്ലാം കൃത്യമായിട്ട് ചോദിച്ച് മേടിക്കുക. പിന്നെ നമ്മൾ കൺസ്യൂമർ ഓഫർ കൂടാതെ ചില ഷോറൂമുകാർ അഡീഷണൽ ഓഫറുകൾ കൊടുക്കാറുണ്ട്. അത് അവരുടെ സ്റ്റോക്കുകളെയും അവരുടെ വണ്ടിയുടെ അവൈലബിലിറ്റിയെയും അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് അഡീഷണൽ ഓഫർ കിട്ടുന്നത്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ചു നോക്കി നിങ്ങൾ ആ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വണ്ടി പിന്നെ അതിന്റെ മോഡലും വേരിയന്റും എല്ലാം എഴുതി മേടിച്ചിട്ട് അത് പല 2-3 ഷോറൂമിൽ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് റേറ്റ് ഏതാണോ, ഏറ്റവും നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന എവിടെയാണെന്ന് നോക്കിയിട്ട് എടുക്കുക. കാരണം നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് തരുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് കമ്പനിയുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി തന്നെയാണോ ടെസ്റ്റ് ഡ്രൈവ് തരുന്നത് നോക്കണം. പല ഷോറൂമുകാരും ചെയ്യുന്ന ഒരു ഇത് പ്രത്യേകം ഞാൻ പറഞ്ഞുതരാം. TCR വണ്ടികൾ, അതായത് നമുക്ക് ഡെലിവറിക്ക് പല കസ്റ്റമർക്കും കൊടുക്കുന്ന വണ്ടികൾ ഇട്ട് തന്നെ അവർ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് തരുന്നത്. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് തരുന്ന വണ്ടികൾ നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒറിജിനലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടിയാണോ ടെസ്റ്റ് ഡ്രൈവ് തരുന്നതെന്ന് ചോദിക്കുക. ഏതെങ്കിലും കസ്റ്റമർ വണ്ടികൾ നമ്മൾ ഓടിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ തന്നെ വണ്ടികളായിരിക്കും ഈ ഷോറൂമായിട്ട് ഓടിക്കുന്നത്. അപ്പൊ കഴിവതും നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടികൾ തന്നെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ നോക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ ഡീലർഷിപ്പുകളിൽ പോയി നിങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്യുക. നമ്മുടെ പല സ്ഥലങ്ങളിലും കാണുന്ന ഔട്ട്ലെറ്റുകളാണ്. ഔട്ട്ലെറ്റുകളിൽ പോയി നമുക്ക് പർച്ചേസ് ചെയ്ത അവരുടെ വണ്ടി വരുന്ന വളരെ ലോങ്ങിൽ നിന്നൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് വളരെ ദൂരം ഓടിയ വണ്ടികളായിരിക്കും കിട്ടുന്നത്. പിന്നെ അവർക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളൊന്നും ഈ ഔട്ട്ലെറ്റുകളിൽ കാണത്തില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് അവിടെ കിടക്കുന്ന വണ്ടികൾ തന്നെ അവർ ഓടിക്കാൻ തന്നിരിക്കും. അപ്പൊ നിങ്ങൾ ഏറ്റവും ഡീലർഷിപ്പുകളിൽ പോയി വിസിറ്റ് ചെയ്ത് വണ്ടി എടുക്കുക. നമ്മുടെ പല ജില്ലകളിലും അതിന് മെയിനായിട്ട് എല്ലാ ജില്ലകളിലും മാരുതിക്ക് ഓരോ ഡീലർഷിപ്പുകളുണ്ട്. അങ്ങനെ പല പല ബ്രാൻഡിനും പല പല ഡീലർഷിപ്പുകൾ വരുന്നുണ്ട്. ആ ഡീലർഷിപ്പിൽ ചെന്നെടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ കാണും. അവരുടെ യാർഡ് വിസിറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു വണ്ടി ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ വണ്ടിയുടെ അവൈലബിൾ ആണ്, സ്റ്റോക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എഞ്ചിൻ നമ്പർ, ചേസ് നമ്പർ മേടിച്ചിട്ട് തന്നെ ബുക്ക് ചെയ്യുക. ആ ബുക്ക് ചെയ്ത വണ്ടികൾ തന്നെയാണോ നിങ്ങൾക്ക് ഡെലിവറി സമയത്ത് കിട്ടുന്നുള്ളത് ഉറപ്പാക്കണം. പിന്നെ ഇൻഷുറൻസ് എടുക്കുന്ന കാര്യത്തിൽ എല്ലാ പ്രൊട്ടക്ഷൻസും ആഡ് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യണം. വാറണ്ടിയിൽ എല്ലാത്തിന്റെ സ്പ്ലിറ്റപ്പ് മേടിക്കുക. എന്നിട്ടൊക്കെ നിങ്ങൾ ഒരു വണ്ടി സെലക്ട് ചെയ്യാവുള്ളൂ. പിന്നെ നമ്മൾ കിട്ടുന്ന ബുക്ക് ചെയ്യുമ്പോൾ കിട്ടിയ ചേസ് നമ്പർ, എഞ്ചിൻ നമ്പർ കിട്ടുന്ന വണ്ടിയാണ് നിങ്ങൾ ഡെലിവറി സമയത്ത് കിട്ടുന്നതെന്ന് ഉറപ്പാക്കുക. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കിലോമീറ്റർ ചെക്ക് ചെയ്യണം. വണ്ടി ഡെലിവറി എടുക്കും നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കിട്ടുന്നതെന്ന് ഉറപ്പാക്കണം. പല ഷോറൂമിലും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ലോങ്ങിൽ നിന്നൊക്കെ ഓടി വരുന്ന വണ്ടികൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി കിട്ടുന്നു, നിങ്ങൾ ബുക്ക് ചെയ്ത അതേ ചേസ് നമ്പറും എഞ്ചിൻ നമ്പറുമായിട്ടുള്ള വണ്ടിയാണ് കിട്ടുന്നത്. നിങ്ങൾ വണ്ടി ബില്ല് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വണ്ടി ഒന്ന് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ വണ്ടി നേരിട്ടൊന്ന് പോയി കണ്ടിട്ട് യാർഡിൽ പോയി തന്നെ വണ്ടി കണ്ടിട്ട് ഉറപ്പാക്കിയിട്ട് ബില്ല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കളർ ചേഞ്ചോ മോഡൽ ചേഞ്ചോ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ കൃത്യമായിട്ടെല്ലാം വെരിഫൈ ചെയ്യണം. നിങ്ങളുടെ അഡ്രസ് ഓക്കെ ആണോ, അവര് പറഞ്ഞിരിക്കുന്ന പേപ്പർ പ്രകാരമാണോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്, അതേ വണ്ടി ആ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും ആണോ തരുന്നതെന്ന് ഓർക്കണം. കാരണം ടാക്സ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. വണ്ടി എടുക്കുന്നതിന് മുമ്പ് കറക്റ്റ് ഡീലർഷിപ്പിൽ തന്നെ പോവുക, കറക്റ്റ് മോഡൽ നമ്പർ എഞ്ചിൻ നമ്പർ മേടിക്കുക, കറക്റ്റ് വണ്ടി തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇൻഷുറൻസും അത് പറഞ്ഞിരിക്കുന്ന കമ്പനി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഉറപ്പാക്കുക.
പിന്നെ നിങ്ങൾ ഡെലിവറി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ഓഫർ, കൺസ്യൂമർ ഓഫർ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഡീഷണൽ ഓഫർ ഒക്കെ തന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. പിന്നെ പല ഷോറൂമുകാരും ചെയ്യുന്ന ഒരു ഇതാണ് നമ്മുടെ ഈ ആക്സസറീസ്. നമ്മൾ പറയുന്ന ആക്സസറീസ് ഇവര് നമുക്ക് തരുമെങ്കിലും അത് ഒറിജിനൽ ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. കാരണം മാരുതിക്ക് ആണെങ്കിൽ എല്ലാ ഇൻവോയ്സ് ബില്ലുകൾ കാണും. അതായത് മാരുതിയുടെ സൈറ്റിൽ അവർ ഇൻവോയ്സ് പ്രിന്റ് എടുത്ത ബില്ലുകൾ കാണും. ആ ബില്ലുകൾ തന്നെ നമ്മൾ ചോദിച്ച് മേടിക്കുമ്പോൾ നമ്മളൊരു ടച്ച് സ്ക്രീൻ വെക്കുന്നു ബേസ് മോഡൽ എടുത്തിട്ട്. ആ ടച്ച് സ്ക്രീൻ നമുക്ക് മാരുതിയുടെ പ്രൊഡക്റ്റ് ആണോ തരുന്നത്, പുറത്തുനിന്ന് ഒരു കടയിൽ നിന്ന് മേടിച്ചാണോ തരുന്നത് നമ്മൾ ഉറപ്പാക്കുക. പിന്നെ സൈഡ് ബീഡിങ്, ഫോഗ് ലാമ്പ്, ഇതെല്ലാം വെക്കുന്നത് നമ്മൾ ഫോഗ് ലാമ്പ് വെക്കുന്നതെല്ലാം പുറത്തുനിന്നാണോ കമ്പനിയുടെ ആണോ എന്നെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ. കാരണം ബില്ലുകളും കാര്യങ്ങളും എല്ലാം ചോദിച്ച് മേടിക്കുക. കഴിവതും നിങ്ങൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളോ നിങ്ങളുടെ വീടിന്റെ അടുത്ത ഒരാളോ ആയിരിക്കും ഷോറൂമിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ പല കാര്യങ്ങളും അപ്പം ചെക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്യുക. കാരണം ഒരു വണ്ടിക്ക് ചുരുങ്ങിയത് ഒരു 5 ലക്ഷം രൂപയുടെ ഏറ്റവും കുറഞ്ഞ വിലയാവും ഒരു ആൾട്ടോ മേടിക്കണമെങ്കിൽ തന്നെ. അപ്പൊ ഒരു 15 ലക്ഷം രൂപ 10 ലക്ഷം രൂപയ്ക്ക് മേളിലാണ് നമ്മളിപ്പോൾ വണ്ടി വിൽക്കുന്നത്, കൂടുതലും വണ്ടികൾ വിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുക ഒരു വണ്ടി മേടിക്കുമ്പോൾ. നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വണ്ടിയിൽ എടുക്കുന്നതിന്റെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കാം, അതിൽ തന്നെ നിങ്ങൾ വിളിച്ചോ. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. നമ്മൾ എപ്പോഴും കോളിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടതായിരിക്കും. വാട്സാപ്പിൽ നമുക്ക് റിപ്ലൈ തരാൻ പറ്റും. നമുക്ക് കറക്റ്റ് നമ്മുടെ ഡീലർഷിപ്പ് വരുന്നത് പത്തനംതിട്ട, കോട്ടയം ഡിസ്ട്രിക്റ്റുകളാണ്. ഇവിടുന്ന് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിളിക്കുന്നവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും.